അതെ, ക്യാൻസറാണ്. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. അതിനുശേഷം അവർ ഈ സോഷ്യൽ മീഡിയയുടെ മായാലോകത്ത് അകപ്പെട്ട് എല്ലായിടത്തും എന്ത് കോമാളിത്തരം കാണിച്ചും എന്ത് സംസ്കാരമില്ലായ്മ കാണിച്ചും പണം മാത്രം കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഒരിക്കലും അവരെ കളിയാക്കിയിട്ടില്ല. ഹായ് സുഹൃത്തുക്കളെ, രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പം അതിന് ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. എനിക്ക് ക്യാൻസറാണ്, 3ാം ഘട്ടം കഴിഞ്ഞു. വെളിപ്പെടുത്തി രേണുസുധി. ഞാൻ പോരാടുന്നു, ഞാൻ തോറ്റില്ല, ഞാൻ ജീവിക്കുന്നു, എല്ലാവർക്കും പ്രതീക്ഷ നൽകാൻ. ക്യാൻസറിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. അപ്പോൾ കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് രേണുസുധി ക്യാൻസർ ആണ് എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തി. 3ാം ഘട്ടമാണ്, 3ാം ഘട്ടം കഴിഞ്ഞു എന്നൊക്കെയാണ് രേണുസുധി പറയുന്നത്. നമുക്കറിയാം രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രേണു എന്നൊരു വ്യക്തിയോടുള്ളൊരു ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ രേണു എന്നുള്ളൊരു വ്യക്തിയോടുള്ളൊരു വെറുപ്പ് കൊണ്ടോ അല്ല. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, രേണു ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളിൽ അത് ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് ശരി തെറ്റൊക്കെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ആളുകളും അതിനൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പോലുള്ള ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഇത് പറയുവാണ്, ഓപ്പണായിട്ട് ഞാൻ പറയുവാണ്, ഞങ്ങൾ ആരും ഈ പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു വിമർശിച്ചിട്ടുള്ള ആളുകളെ എല്ലാ ആളുകളുടെയും മൈൻഡിൽ ഒറ്റൊരിത് മാത്രമേ ഉള്ളൂ. രേണുസുധിയുടെ കോണ്ടൻ്റൊക്കെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ പറഞ്ഞിട്ടുള്ള കോണ്ടൻ്റാണ്. അത്യാവശ്യം അതിലൂടെ ഏണിങ്സും കിട്ടുന്നൊരു കോണ്ടൻ്റാണ് രേണുസുധിയുടെ കോണ്ടൻറ്റുകൾ. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളോ അവരെല്ലാം രേണുസുധിയോടുള്ള ദേഷ്യം കൊണ്ടിട്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടിട്ടോ ഒന്നുമല്ല. അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്. രേണുസുധി എന്നൊരു കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് കയറും, സബ് കയറും, ഏണിങ്സ് കയറും എന്നുള്ളൊരു ഒറ്റ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആളുകളും ചിലപ്പം പല രീതിയിൽ പറഞ്ഞേക്കാം, പക്ഷേ 100% ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശിക്കേണ്ട സ്ഥലം വന്നപ്പോഴത്തേക്ക് വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട ഇത് വന്നപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ രേണുസുധിയുടെ ഒരു കോണ്ടന്റ് ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അത് രേണുസുധിയോടുള്ളൊരു ദേഷ്യം കൊണ്ടിട്ടൊന്നുമല്ല, റീച്ചിന് വേണ്ടി തന്നെ ആയിരുന്നു. അവസാനം ഞാനിത് രേണുസുധിയുടെ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രേണുസുധിയുടെ വിഷയം ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധിയെ ഒരുപാട് പേരിട്ട് വലിച്ചു കീറുന്ന കണ്ടപ്പോഴത്തേക്ക്, അതും ഞാൻ പറഞ്ഞല്ലോ, അതും അവർ വ്യക്തിപരമായിട്ട് രേണുസുധിയെ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ രേണുസുധിയെ വലിച്ചു കീറി ഒട്ടിക്കണം എന്നുള്ളൊരു തോന്നലോടുകൂടി മാത്രമല്ല, രേണുവിൻ്റെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചാനൽ റീച്ച് ആവും, ഏണിങ്സ് കിട്ടും, അതൊക്കെ തന്നെ ഉദ്ദേശിച്ചാണ് അവരും ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം എനിക്ക് നല്ലപോലെ അറിയാം, നമുക്ക് ഈ മേഖലയുമായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, അപ്പം രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വയ്ക്കാം. എന്തായാലും ആ കുട്ടിക്ക് അസുഖം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ രേണു എന്നല്ല, നമുക്ക് RCCയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം ആളുകളാണ് ഇതുപോലുള്ള മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത്, വേദന അനുഭവിക്കുന്നത്. ആർക്കും വരല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് അസുഖങ്ങൾ അതിൻ്റെ ഒരു ഇത് കുറച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും നമ്മൾ പ്രാർത്ഥനയിൽ വരെ ഡെയിലി ഉൾപ്പെടുത്തുന്നതാണ് അല്ലേ. രേണുവിനെന്നല്ല, എല്ലാ ആളുകൾക്കും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ പോലും അവരുടെ അസുഖം ഭേദമാക്കി കൊടുക്കണമെന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും രേണുവിനും ഇതുപോലെ ഒരു അസുഖം ഉണ്ടെന്നാണ് പുള്ളിക്കാരി കൺഫേം ആയിട്ട് പറഞ്ഞത്. എന്തായാലും ഒരാൾ പബ്ലിക്കിൽ വന്നിട്ട് എനിക്കൊരു അസുഖമുണ്ട്, അതും ക്യാൻസർ പോലെ ഒരു അസുഖമുണ്ടെന്ന് എന്തായാലും വന്നിരുന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ടും കോണ്ടന്റിന് വേണ്ടിയിട്ടും സംസാരിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
കുറച്ച് മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞല്ലോ എല്ലാവരും ഈ വിമർശിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ രേണുവിനോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നും കൊണ്ടായിരിക്കത്തില്ല, അതൊരു കോണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എപ്പോഴും. കാരണം ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് രേണുസുധിക്ക് ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് ആളുകൾ ഈ രേണുസുധിയെ വിമർശിച്ച ആളുകൾ വരെ ഈ പറഞ്ഞിട്ടുള്ള രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇത്രയും നാളും കുറ്റപ്പെടുത്തിയ ഈ പറഞ്ഞിട്ടുള്ള രേണുവിനെ തേച്ചൊട്ടിച്ച് വലിച്ചു കീറിയ ആളുകളൊക്കെ ഇപ്പം ന്യായീകരണമായിട്ട് വന്നേക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അവർ മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നു രേണുവിനോട് ആർക്കും ഒരു ദേഷ്യം കാണാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ ഒരു കോണ്ടന്റ് ആക്കി റീച്ചിന് വേണ്ടിയിട്ട്, അതിപ്പം ആരാണെങ്കിലും അങ്ങനെയാണല്ലോ. രേണുസുധിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ അതൊരു ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് ഒരു കോണ്ടന്റായി അവരും അത് റീച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിട്ടുള്ള മനസ്സിലെ ഒരു വിദ്വേഷ വെറുപ്പ് ഒന്നുമില്ലടോ. അവർ പരസ്പരം കണ്ടിട്ടില്ലാത്ത പോലും ആളുകളാണ്. ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് കാരണം എൻ്റെ ഒരു വിശ്വാസമൊന്നുമല്ല, അങ്ങനെ തന്നെ ആണ്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ഇതൊക്കെ. ഓക്കെ, രേണു പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടി കേട്ടു പോകാം. കരീഷ്മ അറിയാം, മാനേജർ എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താണ് നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷെ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ് നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരീഷ് എന്തൊക്കെ പറഞ്ഞാലും രേണുസുധി ഒരു സ്ട്രോങ് ലേഡി തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകൾ വിമർശിച്ചിട്ടും, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിമർശനം അതൊരു റീച്ചിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അതല്ല, ഞാൻ ഉൾപ്പെടെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു റീച്ചും കൂടെയാണ് ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത്. ഞാനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ മനസ്സുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ദേഷ്യ വെറുപ്പോ ഈ രേണുവിനോടില്ല. ഓക്കെ, അപ്പം ഈ രേണു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും വിമർശനങ്ങളൊക്കെ ഏറ്റിട്ടും
പുള്ളിക്കാരി തളരാതെ പിടിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചിലവ് വേണ്ടി വരുന്നൊരു രോഗമാണിത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പണത്തിൻ്റെ പിറകെ ഉള്ളൊരു ഓട്ടത്തിനായിരിക്കാം അപ്പം പല ആളുകളും അത് ഒരു പക്ഷേ രേണു അത് മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലായേനെ അല്ലേ. ആളുകൾ വേറെ രീതിയിൽ ചിന്തിച്ചു. എനിക്കൊന്ന് സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തായിരുന്നു. സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ആളുകളൊക്കെ അത് വേറൊരു രീതിയിൽ ചിന്തിച്ചു. പിന്നെ അത് റീച്ചിന് വേണ്ടിയിട്ടും ഒരു കോണ്ടന്റ് ആക്കി എല്ലാവരും. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതൊന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ എനിക്ക് രേണുവിനോടുള്ളൊരു ഇത് മനസ്സിലായി. കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഒരെണ്ണം ഇട്ടിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തു. രേണുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവസാനമായിട്ട്. എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോ പോലും ഇട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിക്കാരി അങ്ങനെ ചെയ്തത്. ആളുകൾ അറിയരുത് എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയോ ലീക്കായി അത് വെളിയിൽ വന്നു. പുള്ളിക്കാരി ഇപ്പം തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിൽ വരെ അത് എത്തി. ഓക്കെ, അത് കുഴപ്പമില്ല. അസുഖങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും വരും. ഒരു പക്ഷേ ഇത് പുറം ലോകം അറിഞ്ഞപ്പോഴത്തേക്ക് രേണു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പം ഉറപ്പായിട്ടും അവരെയൊക്കെ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കാം. നമ്മളുടെ വിധിയാണത്. നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിലും വലിയ കുത്തുവാക്കുകളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിലും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയത്. ആ ഒരു വെളിപ്പെടുത്തലിന് ശേഷവും ഒരുപാട് പേർ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ആദ്യം ഏറ്റവും അധികം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരാദ്യം സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ചെയ്തപ്പോൾ അവർ ജീവിച്ചു പോയിക്കോട്ടെ, മഞ്ജു വാര്യർക്കും ഐശ്വര്യ റായിക്കും മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ, അഭിനയിച്ചാൽ പോരാ, അഭിനയിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും, അഭിനയത്തിലൂടെ വരുമാനം കിട്ടുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്, അതിനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, അവരത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. അതിനുശേഷം അവർ ഈ സോഷ്യൽ മീഡിയയുടെ മായാലോകത്ത് അകപ്പെട്ട് എല്ലായിടത്തും എന്ത് കോമാളിത്തരം കാണിച്ചും എന്ത് സംസ്കാരമില്ലായ്മ കാണിച്ചും പണം മാത്രം കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഒരിക്കലും അവരെ കളിയാക്കിയിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ആളുകളിൽ നിന്ന് അവർക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ രൂപത്തെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, സംസാരിക്കുന്ന രീതിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് കളിയാക്കലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരം ട്രോളുകൾക്ക് വിധേയയാകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രേണുസുധി. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനയായിട്ടാണ് അവർ പറഞ്ഞത് ക്യാൻസറിൻ്റെ 3ാമത്തെ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു നിസ്സാര രോഗമല്ല, നമ്മളെല്ലാം ഭയത്തോടു കൂടി കാണുന്ന രോഗമാണ്. ശത്രുക്കൾക്ക് പോലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അതിൻ്റെ വേദന ഭയാനകമാണ്. അത് ചികിത്സിച്ച് മാറ്റാനുള്ള പ്രയാസം ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ അവർ പറയുമ്പോഴും അതിന് താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രേണു പറയുന്നതും അതാണ്. ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായതാണ് ഈ സബ്സ്ക്രിപ്ഷനും പരിപാടി. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, ഈ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തൊരു മോശമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഈ അവരെയൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ലെങ്കിൽ അവരെയും എടുത്ത് വെച്ച് ആളുകൾക്ക് വീഡിയോ ചെയ്യാമല്ലോ. ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എടുത്ത് ഞാനിങ്ങനെയുള്ളൊന്നും വിഷയമൊന്നും ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് അതിനോട് താല്പര്യമില്ല, ഇതുപോലുള്ള വിഷയങ്ങൾ. ഓക്കെ, അപ്പം രേണുവിനെ വെച്ചിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളൊക്കെ നിരന്തരം ഇങ്ങനെ വീഡിയോ ഇടുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണുന്നു. അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല.
അവരെ റീച്ചിനും ഈ പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൻ്റെ ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർക്ക് രേണു സുധിയോടുകൂടി ഒരു വൈരാഗ്യ വെറുപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരിട്ട് കണ്ടിട്ടില്ല, വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കലോ വാങ്ങലോ ഒന്നുമില്ല, ഒരു വൈരാഗ്യം ഇല്ലാത്ത ഒരാളാണ്. ഒരു റീച്ച്, രേണു സുധിയുടെ പേര് വീണ് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും രേണുവിന് അസുഖം ഭേദമാക്കി കൊടുക്കട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ രേണുവിനെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. RCCയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അങ്ങോട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുപോലുള്ള മാറാരോഗങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും വരരുതേന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ അത് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കാൻ നമ്മൾ ഡെയിലിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണല്ലേ. ഓക്കെ, ഞാനിനി ഇവിടെ ഇത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ രേണുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഫിറോസ് KHDC, അതുപോലെ ഫാദർ നോബിൾ ഫിലിപ്പ്, ഇവരെല്ലാം രേണുവിനോടുള്ള ഒരു വൈരാഗ്യമല്ല, ഒരു രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വിഷമം കാരണം അവർക്കുണ്ടായൊരു വിഷമം അതൊക്കെ അവർ മറന്നു. അവർ രേണുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.